നിരന്തരം ബൈബിൾ പ്രതീകങ്ങളെ വികൃതമാക്കി അവതരിപ്പിക്കുകയും പൈശാചിക ആരാധനയെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും പ്രൊമോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സിനിമാക്കാരോട്, കലാകാരന്മാരോട്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനായി തൂലിക ചലിപ്പിക്കുന്ന, സർഗവേദന അനുഭവിച്ച് പൊളയുന്നവരോട് എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. പിശാച് ബൈബിളിൽ വിജയിച്ച കഥാപാത്രമല്ല, ദൈവത്തോട് യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടു പോയൊരു കഥാപാത്രമാണ്. ദൈവത്തോട് യുദ്ധം ചെയ്തിട്ടുള്ള ആരും വിജയിച്ചിട്ടില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ദൈവത്തോട് യുദ്ധം ചെയ്ത് പരാജയപ്പെട്ട പിശാചിനെ ആരാധിച്ചും സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും പൈശാചിക കർമ്മങ്ങൾ മൃഗീയമായിട്ട് ആവിഷ്കരിച്ചും ആവിഷ്കാര സ്വാതന്ത്ര്യ സുഖം അനുഭവിച്ച് ജീവിത വിജയം ആണ് നിങ്ങൾ ലക്ഷ്യമിടുന്നതെങ്കിൽ ഈ ലൂസിഫറിൻ്റെ ഗതി തന്നെയായിരിക്കും നിങ്ങളെയും കാത്തിരിക്കുന്നത് എന്നുള്ളത് സാമാന്യ യുക്തി കൊണ്ട് മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ. ഒരിടത്തും ഒരിക്കലും വിജയിക്കാത്ത ഈ എമ്പുരാന്മാരെ ഇനി വാഴ്ത്താൻ പോയി മൂന്നാം ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഒരു ജനതയെ പ്രലോഭിപ്പിക്കുന്നതിന് പകരം സത്യദൈവത്തെ ആരാധിച്ച് നന്മയെ വാഴ്ത്തി, മനുഷ്യത്വത്തെ വാഴ്ത്തി, നല്ല മനസ്സുള്ള ഒരു സമൂഹ നിർമ്മിതിക്ക് വേണ്ടി സർഗശേഷിയെ ഉപയോഗിക്കുന്നതായിരിക്കില്ലേ നല്ലത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.